നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാർളം ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണം നടന്നു. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് ഇന്ത്യ ലോങ് ജമ്പിൽ 1ാം സ്ഥാനം നേടിയ വല്ലച്ചിറ സ്വദേശി NK മുരളീധരന് ജന്മനാട്ടിൽ സ്വീകരണമൊരുക്കി. പരിയാരം കർഷക സമരം 76ാം വാർഷികം ചേർപ്പിൽ ആചരിച്ചു. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർത്തകൾ വിശദമായി. പാർളം ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ്, ICDS സൂപ്പർവൈസർ സൂര്യമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, വാർഡ് മെമ്പർമാരായ സുബിത സുഭാഷ്, സ്മിനു മുകേഷ്, ജൂബി മാത്യു എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് ഇന്ത്യ ലോങ് ജമ്പിൽ 1ാം സ്ഥാനം നേടിയ വല്ലച്ചിറ സ്വദേശി NK മുരളീധരന് ജന്മനാട്ടിൽ സ്വീകരണമൊരുക്കി. മഹാരാസിക്കൻ ക്ലബ്ബും വല്ലച്ചിറയിലെ നാട്ടുകാരും ചേർന്ന് മുരളീധരനെ സ്വീകരിച്ചു. ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ ഭാരവാഹികൾ നടത്തുന്ന മീറ്റിൽ അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങി രാജ്യങ്ങളിലെ അത്ലറ്റുകൾ പങ്കെടുത്ത രാജ്യാന്തര മാസ്റ്റേഴ്സ് മീറ്റിൽ ലോങ് ജമ്പിലാണ് കായിക താരം ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. പരിയാരം കർഷക സമരം 76ാം വാർഷികം ചേർപ്പിൽ ആചരിച്ചു. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചേർപ്പ് ഏരിയ സെക്രട്ടറി KS മോഹൻദാസ് സംസാരിച്ചു. അമ്മാടം മഹാത്മാ ക്ലബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. മഹാത്മാ നഗറിൽ നിന്ന് തേവർപ്പാടം ഭാഗത്തേക്കുള്ള വഴിയിൽ ഇരുവശത്തും വൃക്ഷത്തൈകൾ നട്ടാണ് മഹാത്മാ ക്ലബ് പരിസ്ഥിതി ദിനം ആചരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് ജിക്സൺ, സെക്രട്ടറി സിജോ ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമത്തിന്റെ മുത്തശ്ശി ജാനകി ചേച്ചി തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെയും താന്യം കൃഷിഭവന്റെയും നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണം നടത്തി. ദിനാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് അനശ്വര അംഗനവാടിയിൽ വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി ടീച്ചർ സതീരംഗൻ അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് സ്വാതി, താന്യം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഷ്ണു, ആശാ വർക്കർ സുശീല രാജൻ, ALMC അംഗങ്ങളായ മുകുന്ദൻ വേളുങ്ങര, പ്രകാശൻ കണ്ടങ്ങത്ത്, സബിത ബൈജു, ജോളി തണ്ടാശ്ശേരി, രേണുക റിജു എന്നിവർ നേതൃത്വം നൽകി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിനെ കൊടിയേറി. ജൂൺ 13-നാണ് തിരുനാൾ. ചൊവ്വാഴ്ച രാവിലെ 6 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തർ കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരി ഫാദർ ഫ്രാൻസിസ് കല്ലമ്പുറത്ത്, ട്രസ്റ്റിമാരായ ഡിനോ ദേവസി, ജെയിംസ് ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, റാഫി ആലപ്പാട്ട്, തിരുനാൾ കൺവീനർ KR ആന്റണി, അന്തോണി നാമധാരികളായ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 13 ചൊവ്വാഴ്ചയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിനമായ ജൂൺ 13 രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, 10 മണിക്ക് ലതീഞ്ഞ നൊവേന, ആഘോഷമായ പാട്ടുകുർബാന, പള്ളി ചുറ്റി പ്രദക്ഷിണം, ഭാൻഡുവാദ്യം എന്നിവ ഉണ്ടായിരിക്കും. DCC പ്രസിഡന്റിനെതിരെ മർദ്ദന പരാതി നൽകിയ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചെറിയുടെ വീട് ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. ഒല്ലൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ കുരിയച്ചെറിയിലെ വീട്ടിലെത്തിയ അക്രമി സംഘം ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും അടിച്ചു തകർക്കുകയായിരുന്നു. ശബ്ദം കേട്ട് വീടിനകത്തുണ്ടായിരുന്ന സഹോദരിയും അമ്മയും പുറത്തേക്ക് എത്തിയപ്പോഴേക്കും അക്രമികൾ കടന്നുകളഞ്ഞു.
വലിയ ഭയപ്പാടിലായ കുടുംബം പിന്നീട് സജീവന് വിവരം അറിയിക്കുകയായിരുന്നു. സജീവൻ അയ്യന്തോടിലെ വാടക വീട്ടിൽ താമസമാക്കിയതോടെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത്. ഉച്ചയ്ക്ക് വീട്ടിൽ ബൈക്കിലെത്തിയ സംഘം സജീവന്റെ വീടാണിതെന്ന് ഉറപ്പിച്ച് രാത്രി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് ആരോപണം. സംഭവത്തിന് പിന്നിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരാണെന്ന് സജീവൻ കുര്യച്ചർ ആരോപിച്ചു. സജീവനെ മർദ്ദിച്ചതിനെ തുടർന്ന് DCCയിൽ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് കൂട്ടത്തല്ല് നടന്നിരുന്നു. സംഭവത്തിൽ DCC പ്രസിഡന്റ് UDF ചെയർമാനും രാജിവെക്കേണ്ടി വന്നു. ഈ പശ്ചാത്തലത്തിൽ സജീവന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണെന്ന് ഉയരുന്ന ആരോപണം. തൃശൂർ മുടിക്കോട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ നിർത്തിയിട്ട ബസ്സിന് പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ച് ഡ്രൈവർ മരിച്ചു. തമിഴ്നാട്ടുകാരനായ 57 വയസ്സുള്ള കറുപ്പയ്യ സ്വാമിയാണ് മരിച്ചത്. അപകടം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്നതിനാൽ ചികിത്സ കിട്ടാതെയാണ് പിക്കപ്പ് വാൻ ഡ്രൈവറുടെ മരണം. ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന അപകടം നാട്ടുകാർ അറിഞ്ഞത് നേരം പുലർന്ന ശേഷമാണ്. പിക്കപ്പ് വാൻ ബസ്സിന് പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വാൻ ബസ്സിനോട് ചേർന്ന് ഞെരിഞ്ഞമർന്ന നിലയിലാണ്. മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സർവീസ് റോഡിലെ അപകടം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. നേരം പുലർന്ന ശേഷമാണ് നാട്ടുകാർ അപകടം അറിയുന്നത്. തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സും പോലീസും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു. ഡ്രൈവറുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തമിഴ്നാട് സ്വദേശിയുടെ ബന്ധുക്കളെ വിവരമറിയിക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6585 രൂപ, പവന് 52,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പാർളം ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണ വിതരണം നടന്നു. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റ് ഇന്ത്യ ലോങ് ജമ്പിൽ 1ാം സ്ഥാനം നേടിയ വല്ലച്ചിറ സ്വദേശി NK മുരളീധരന് ജന്മനാട്ടിൽ സ്വീകരണമൊരുക്കി. പരിയാരം കർഷക സമരം 76ാം വാർഷികം ചേർപ്പിൽ ആചരിച്ചു. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.